ഞാൻ പറഞ്ഞു വന്നത്, രാമായണം പഠിക്കുന്ന ഒരു കുട്ടി, രാമായണം പഠിക്കുന്ന ഒരു കുടുംബം ഒരിക്കലും കലഹം ഉണ്ടാവില്ല. ഇപ്പൊ വീട്ടിലെ പ്രോബ്ലം എന്താ? നമ്മുടെ വീട്ടിലില്ല, പല വീട്ടിലും കലഹം. ഭാര്യയും ഭർത്താവും കലഹം, മക്കൾ പറയുന്നത്, അച്ഛൻ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല, മക്കളുടെ ടേസ്റ്റൊക്കെ മാറി, അവരുടെ വസ്ത്രം മാറി, അവർ മൊബൈൽ ഫോണിന് മിക്കവാറും അഡിക്റ്റായി, പിന്നീട് മയക്കുമരുന്നിന് അഡിക്റ്റായി. ഇന്നിപ്പോ പറയുന്നത് മദ്യം കുടിച്ചാലും കുഴപ്പമില്ല, MDMA ഉപയോഗിക്കുന്നത്. കാരണം മദ്യം അത്ര വലിയൊരു ലഹരിയായിട്ട് കണക്കാക്കപ്പെടാത്ത രീതിയിലേക്ക് കാര്യം മാറി. ഒരു 35 കൊല്ലം മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുക, ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന സമയത്ത് അയാൾ പലതും കൊണ്ടുവന്നു, ടാപ്പ് റെക്കോർഡൊക്കെ കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ ജോണി വാക്കർ എന്നൊരു ബ്രാൻഡി കുപ്പി കൊണ്ടുവന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നല്ല രസമുള്ളൊരു കുപ്പി, വലിയ കുപ്പിയാണ്, പക്ഷെ കുടിക്കാൻ ആളില്ല. അങ്ങനെ അന്ന് കുടിക്കുന്ന ഒരു രാഘവേട്ടൻ, ഒരു നാരായണേട്ടൻ എന്നൊക്കെ പറഞ്ഞ തൊട്ടടുത്ത വില്ലേജിലുള്ള ഒരാളുടെ, അവരെ പോയി കൂട്ടിക്കൊണ്ടുവന്നു, ആളയച്ച് കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇവർ 5-6 പേർ ചേർന്നിട്ടാണ് ഒരു 60 വയസ്സിന് മേലെയുള്ള ആളുകളാ കുടിച്ചത്. ഇന്ന് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എനിക്കറിയില്ല, പക്ഷെ പല നാട്ടിലും ഈ സാധനം അവിടെ വെച്ചാൽ നോക്കി നാവിയായി പോകും. ആലോചിച്ച് നോക്കൂ, മദ്യപിക്കുന്നതിന്റെ പ്രായം 60 വയസ്സിന് മേലെയാണെന്ന് 35 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ അറിയാമായിരുന്നു. പക്ഷെ ഇന്ന് പല പല പരിഷ്കാരങ്ങളും വന്ന് വീട്ടിൽ മകൻ കയറി വരുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇന്ന് മോനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന്. ഫുഡല്ല കേട്ടോ, അവിടെ കാലങ്ങൾ മാറിപ്പോയി. ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, രാമായണം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ല, ഇയാൾ എന്ത് പഴഞ്ച കാര്യങ്ങളാ പറയുന്നത്? 42 ലക്ഷം ആളുകൾ തടിച്ചുകൂടിയ രണാങ്കണ ഭൂമി കുരുക്ഷേത്രം, മരിയാനയിലെ കുരുക്ഷേത്രത്തിൽ വെച്ച് ഒരു സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അഹിംസ സംസാരിച്ചു. ഒരു സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ചു. ധർമ്മപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സന്യാസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഗംഭീരമായ മറുപടിയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കൂ, അവർക്ക് എല്ലാത്തിലും A+ ആയിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും അവർ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കില്ല. ആ ഹിന്ദുക്കുട്ടി ജീവിതത്തിൽ എന്തും കരഗതമാക്കും. കാരണം അർജുനൻ തളർന്നപ്പോൾ, ഗാണ്ഡീവം താഴെ വെച്ചപ്പോൾ, ഞാൻ യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞോടാൻ പരിശ്രമിച്ചപ്പോൾ അർജുനന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇതം ഗീതാശാസ്ത്രം. 18 അധ്യായം 700 ശ്ലോകം. സിമ്പിളായിട്ട് വായിച്ചെടുക്കാം, പഠിക്കാൻ കുറച്ച് സമയം വേണം. അർജുനന്റെ ന്യായീകരണങ്ങൾ കുറേ ഉണ്ട്. ആ ന്യായീകരണങ്ങളുടെ പേരാണ് അർജുന വിഷാദ യോഗം 1-ാമത്തെ അധ്യായം. ഞാനിനി യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞ ന്യായമുഖങ്ങളെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സൈക്കോളജിസ്റ്റ് പറയുന്ന വാക്കുകൾ തല്ലും തലോടലും. മക്കൾക്ക് ഈ 2 കാര്യങ്ങൾ കൊടുക്കണം, തല്ലലും തലോടലും. എന്താണ് തല്ലലും തലോടലും? ലാളനേത് പഞ്ചവർഷാണി, 5 വയസ്സ് വരെ ലാളിച്ച് വളർത്തണം. തേനെ മോനെ ചക്കരെ പഞ്ചാരെ, ഇതൊക്കെയാണ് വിളിക്കേണ്ട വാക്ക്. എത്ര വയസ്സ് വരെ? 5 വയസ്സ് വരെ. ദശവർഷാണി ദണ്ഡയേത് ഓർ ശിക്ഷയേ, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. ശിക്ഷയല്ലോ, ശിക്ഷണം. ചെയ്തത് തെറ്റാണെന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ പേര് ശിക്ഷണം. അല്ലാതെ അച്ഛനോട് വഴക്കിട്ടു, ഉമ്മറപ്പടിയിലിരിക്കുന്ന മോക്കൊരടിയും കൊടുത്തു, അമ്മ തൊഴിലുറപ്പിന് പോയാൽ അതിൻ്റെ പേര് ശിക്ഷ. കുട്ടി ചോദിക്കും, തവള ഇപ്പൊ എന്നെ എന്തിനാവോ തല്ലിയതെന്ന്. കുട്ടിക്ക് അറിയില്ല. ഞാൻ ചെയ്തത് തെറ്റാണ്. അച്ഛനെ റോഡിന്റെ മറുവശത്ത് കണ്ടു കുട്ടി, അമ്മയുടെ കൈ പിടിപ്പിച്ചുകൊണ്ട് ഒരട്ടോട്ടം വെച്ചു കൊടുത്തു. ഒരു വലിയ ലോറി വന്ന് കുട്ടിയെ ഇടിച്ചു. കുട്ടി ചമ്മന്തിയായിപ്പോയി. എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. ചതഞ്ഞരഞ്ഞു പോയി. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ 7 വയസ്സിലുള്ള കുട്ടി അങ്ങനെ ചതഞ്ഞരഞ്ഞു പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഇങ്ങനെ ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്യും? ലോറി വരാത്തോണ്ട് കുട്ടിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് ശിക്ഷണമായി മാറുന്നത്. ഒരടി കൊടുക്കണം, എന്നിട്ടൊരു തടവലും തടവണം. എൻ്റെ പൊന്നു മോനെ, അച്ഛനും അമ്മയ്ക്ക് മോനല്ലേ, മോനില്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നാളെ അവൻ ഓടില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം മക്കളോട് പറഞ്ഞു തീയിൽ തുടരുതെന്ന്. പക്ഷെ അനുസരിച്ചോ? പക്ഷെ ഒരു പ്രാവശ്യം തൊട്ടില്ലേ, പക്ഷെ പിന്നെ തൊട്ടോ? പിന്നെ തൊടില്ല. ഒരിക്കലേ ഒരു തീ തൊടുള്ളൂ, രണ്ടാമത് തൊടില്ല. തീ എന്ന് പറഞ്ഞാൽ അവന് കാഴ്ചവസ്തുവായിരുന്നു, തൊട്ടപ്പോൾ അത് അനുഭവമായി തീർന്നു. അനുഭവത്തെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരുനാഥൻ. അനുഭവമാണ്. അവിടെയാണ് നിരാശനായി
ഗാണ്ഡീവം താഴെ വെച്ച് തളർന്നിരിക്കുന്ന അർജുനോട് ഭഗവാൻ ഒരൊറ്റടിയാണ്, വായിൽ നാവുകൊണ്ടാണ് അടി. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം, എന്നിട്ടൊരു തലോടൽ. അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന, എവിടുന്ന് കിട്ടിയടോ നിനക്ക് ഈ നിസ്സാര ഭാവം? നീ പറഞ്ഞതൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു എന്നൊരൊറ്റടിക്ക് ഭഗവാനെ കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞ ന്യായീകരണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആര്യന് ചേരാത്തത് നീ ശ്രേഷ്ഠനാണ്, നിനക്കിത് ചേരില്ല അർജുന. അസ്വർഗ്യം, നീ സ്വർഗത്തിൽ പോകേണ്ടവനാ, മരിച്ചാൽ യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, നിനക്ക് സ്വർഗം കിട്ടില്ല. അകീർത്തി, നിനക്ക് ലോകം മുഴുവൻ ആളുകൾ പറയുന്നത് പേടിച്ചാൽ ആരുടെ പേര് പറയണം? 10 പ്രാവശ്യം 10 പേര് ഇല്ലേ? ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മുത്തശ്ശി പറയായിരുന്നു, രാത്രി എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ട് കിടക്കയിലൊക്കെ മൂത്രമൊഴിക്കും. അപ്പൊ പറയാം അർജുനന്റെ 10 പര്യായങ്ങൾ പറയണം. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, ശ്വേതവാഹനൻ, വിജയൻ എന്നിങ്ങനെ പറയായിരുന്നു 10 പേര്. ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുക, ലോകം പേടി മാറ്റാൻ വേണ്ടി ആരുടെ പേരാണോ പറയുന്നത് അയാൾ ഓടി ഓടിക്കാൻ പോവുകയാണ്. പിന്നെ എന്തായിരിക്കും അവസ്ഥ? ലോകം പേടി മാറ്റാൻ വേണ്ടി ഏതർജുനന്റെ പേരാണോ പറയുന്നത് അതേ അർജുനൻ യുദ്ധഭൂമിയിൽ കർണനെയും ദ്രോണരെയും ഭീഷ്മരെയും കണ്ടപ്പോൾ ഗാണ്ഡീവം താഴെ വെച്ച് പറകിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നേ നാട്ടുകാർ പറയുള്ളൂ. അതാണ് അകീർത്തി ഉണ്ടാകും. ഓർമ്മപ്പെടുതേ, തല്ലൽ തലോടൽ. എന്നിട്ട് ഭഗവാൻ പറയുന്നൊരു ശ്ലോകമുണ്ട്, ക്ലൈബ്യം അസ്മഗമ പാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരം തപ. ആണിനും പെണ്ണിനും ചേരാത്തത് ക്ലൈബ്യം. ട്രാൻസ്ജെൻഡർ അല്ല കേട്ടോ, അതൊരു അവസ്ഥയാണ്, നമ്മൾ അവരെ സ്നേഹിക്കണം. പക്ഷേ ആണിനും പെണ്ണിനും ചേരാത്ത മാനസികാവസ്ഥ പാടില്ല അർജുന. അർജുന എന്നല്ല പറഞ്ഞത്, പാർത്ഥ, പാർത്ഥൻ, പൃഥ്വിയുടെ പുത്രൻ പൃഥ്വി കുന്തി, നിന്റെ അമ്മയെ വിചാരിച്ചെങ്കിലും ഒന്ന് നന്നാവണോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഗാന്ധാരിക്ക് 100 മക്കളാ, പക്ഷെ കണ്ണടച്ചു കളഞ്ഞു ഗാന്ധാരി. കാഴ്ചയുണ്ടായിട്ടും കണ്ണിനെ മൂടിക്കെട്ടിയ അമ്മ, ജന്മനാ കണ്ണു കാണാത്ത അന്ധനായ അച്ഛൻ, 1ഉം 2ഉം മക്കളല്ല 100 ആൺമക്കളും ഒരു പെൺകുട്ടിയെയും കിട്ടി. പക്ഷെ അന്ത്യേഷ്ടി കർമ്മത്തിന് ഒരൊറ്റ മക്കളും ബാക്കിയായില്ല. 100 മക്കളെ പ്രസവിച്ച ഗാന്ധാരിയുടെ ചിതയ്ക്ക് തീ വെക്കുവാൻ ഒരൊറ്റ മക്കളും ബാക്കിയുണ്ടായിരുന്നില്ല എങ്കിൽ 5 മക്കളെ, 3 മക്കൾക്ക് ജന്മവും 2 മക്കളെ മാതൃയുടെ മക്കളെ പോറ്റുകയും ചെയ്ത പഞ്ചപാണ്ഡവന്മാരെ രൂപപ്പെടുത്തി എടുത്തിയ കുന്തിയുടെ ജീവിതം മേട്ടിലും കാട്ടിലുമായിരുന്നു. കായ്കനികൾ ഭക്ഷിച്ചു. ഒടുവിൽ യുദ്ധം കഴിഞ്ഞപ്പോ ഗാന്ധാരിയുടെ 100 മക്കളെയും കുന്തിയുടെ 2ാമത്തെ മോൻ തല്ലിക്കൊന്നു കളഞ്ഞു. ഭീമസേനെ 100 ആളെയും കൊന്നത് ഭീമസേന, ഒരൊറ്റൊരാളെ വിട്ടുകൊടുത്തില്ല. 100 ആളെയും ഭീമൻ ഗത കൊണ്ട് അടിച്ചു കൊന്നതാ. അവസാനം ദുര്യോധന്റെ തുടക്കടിച്ചിട്ടും കൊന്നുകളഞ്ഞു. എന്നിട്ട് അവരെ പരിചരിക്കാൻ വേണ്ടി കുന്തി അവിടെ കൂടെ കാട്ടിലേക്ക് പോയിട്ട് കാട്ടുതീയിൽ വെന്ത് വെണ്ണീറായി പോയി. പ്രിയമുള്ളവരെ, ഈ ഉദാത്തമായ സ്നേഹം നിങ്ങൾക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും അല്ലാതെ എവിടെ കാണും? ചെയ്ത സഹായത്തിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല ലോകത്തിൽ തന്റെ 2ാമത്തെ മകൻ കാരണം ഈ കണ്ണു കാണാത്ത അച്ഛനും അമ്മയ്ക്കും 100 മക്കൾ നഷ്ടമായെങ്കിൽ അവരുടെ പാദസേവ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കണമെന്ന് പറഞ്ഞ് കാട്ടുതീയിൽപ്പെട്ട് മരിച്ചുപോയി ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കൂടെ കുന്തിയും. ഇവരെയല്ലേ നമ്മുടെ പെൺമക്കളെ പഠിപ്പിക്കേണ്ടത്? കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.